ഒരു ഫിനാൻസ് കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന MBA തവണ കാറ്റഗറി എഴുതിയ ആൾക്കാർക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് NABM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 വരെ ഡെഡ് ലൈൻ ഓപ്പൺ ആണ്. ഓക്കെ, ഈ കോളേജിനെ കുറിച്ച് എനിക്ക് അവിടുത്തെ NABMലെ മൾട്ടിപ്പിൾ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാൻ പറ്റി. ആൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയതിൽ ഇറ്റ്സ് വെരി ഇൻസൈറ്റ്ഫുൾ. കാരണം ഇത് RBI സ്റ്റാർട്ട് ചെയ്ത കോളേജാണ്. ഇറ്റ്സ് എ ഗവൺമെന്റ് കോളേജ്. ഇവിടെ നിങ്ങൾക്ക് റിസർവേഷൻ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 130 ബാച്ച് സൈസ് ഉള്ള ഏതാണ്ട് 1965 മറ്റോ തുടങ്ങി, അതായത് ഏതാണ്ട് ഒരു 55 ഇയർ പ്ലസ് ലെഗസി ഉള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ഉൾപ്പെടെ ഒരുപാടധികം ഈ പറയുന്ന ടോപ്പ് ബാങ്ക്സിന്റെ ഒക്കെ MD CXO ലെവലിൽ ആൾക്കാർ ഇരിക്കുന്ന അത്രയും അലൂമിനി സ്ട്രോങ് അലൂമിനി ബേസ് ഉള്ള ഒരു കോളേജാണ് NABM എന്ന് പറയുന്നത്. അപ്പം ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഫിനാൻസിലാണ് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാൻ പറ്റിയ ഒരു കോളേജാണ്. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ബേബി IMലോ അല്ലെങ്കിൽ ന്യൂ IMലോ ഒക്കെ പോയാൽ പോലും ഒരു 20% ഒക്കെയാണ് ഫിനാൻസിലോട്ട് 20 to 25% ഒക്കെയാണ് ഫിനാൻസിൽ പൈസ ഉള്ളത്. കുറെ പേര് കൺസൾട്ടിംഗിലായിരിക്കും, കുറെ പേര് സെയിൽസ് മാർക്കറ്റിംഗിലായിരിക്കും, കുറെ പേര് വേറെ പല ഡൊമൈൻസിൽ പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ് IT അനലിറ്റിക്സിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫിനാൻസിലാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആൻഡ് യു ഡോണ്ട് ഹാവ് എനി ഓഫ് ദി ടോപ്പ് IIM കോഴ്സ് അല്ലെങ്കിൽ ടോപ്പ് 20 B സ്കൂൾസ് അല്ലെങ്കിൽ ടോപ്പ് 30 B സ്കൂൾസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഞാൻ എന്റെ സിലബസ് കണ്ടു. നിങ്ങൾ ഈ കോളേജിന്റെ ബ്രാൻഡ് കണ്ടിട്ട് ഫിനാൻസ് ഇഷ്ടമില്ലാത്ത ആരും ഇങ്ങോട്ട് പോയത്. കാരണം തുടക്കം തൊട്ട് ഫസ്റ്റ് ടേം തൊട്ട് കംപ്ലീറ്റ്ലി ഫിനാൻസ്, റിസ്ക് മാനേജ്മെന്റ്, ക്രെഡിറ്റ് എല്ലാം, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എല്ലാമാണ് ഇവരുടെ ഫുൾ സിലബസിലുള്ളത്. അപ്പൊ നിങ്ങൾ വെറുതെ പോയി പെടരുത്. ഇഫ് യു ആർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻസ്, ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 14 lakhs ആണ് ആവറേജ് പാക്കേജ്. 14 to 15 lakhs, ഏതാണ്ട് ഒരു 17 lakhs ഫീസും വരുന്നുണ്ട്. ഒരു 60 acre ക്യാമ്പസ്, വെരി ഗുഡ് ക്യാമ്പസ്, ദാറ്റ് ടു ഇൻ പൂനെ, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ 14 lakhs നിങ്ങൾ കമ്പയർ ചെയ്തത് ന്യൂ IMO മറ്റേതുമായിട്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റോൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച സാധനം, അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങൾ പഠിച്ച സാധനം തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 80% ഓഫ് ദി ബാച്ച് നോൺ എഞ്ചിനീയേഴ്സ് ആണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എഞ്ചിനീയേഴ്സിന് ഒരു ചാൻസ് ഇല്ല. കാരണം ഇഫ് യു ആർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻസ്, ഇഫ് യു ക്യാൻ മേ ബി ഡു എ CFA ലെവൽ 1 ലെവൽ 2 ഒക്കെ നിങ്ങളുടെ ഒരു MBA ടൈമിൽ അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് വളരെ സ്ട്രോങ് ഓപ്ഷൻ ആണ് ഫിനാൻസ്. എനിക്കറിയാവുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സ് അവർ MBA സമയത്ത് അവർ കരിയർ സ്വിച്ച് ചെയ്ത് ഫിനാൻസിലും IBയിലൊക്കെ പോയി അടിപൊളിയായിട്ട് കരിയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാണ്ട് അനലിറ്റിക്കൽ സ്കിൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് ഇതൊരു സോളിഡ് ഓപ്ഷൻ ആണ്. ഇനി പറയുകയാണെങ്കിൽ ഇവർ കാറ്റും സാറ്റ് എടുക്കുന്നില്ല, കാറ്റും ജിമാറ്റും എടുക്കുന്നുള്ളൂ. കാറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് ചിലർ 94 എന്ന് പറയുന്നുണ്ട്, 95 എന്ന് പറയുന്നുണ്ട്, 91 കട്ട് ഓഫ് 2 വർഷം മുന്നേ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. സ്റ്റിൽ ഒരു 90+% കിട്ടിയിട്ടുള്ള ജനറൽ കാൻഡിഡേറ്റ്സ്, ഒരു 80% കിട്ടിയിട്ടുള്ള OBC കാൻഡിഡേറ്റും, ഒരു 70+ കിട്ടിയിട്ടുള്ള SC കാൻഡിഡേറ്റ്സും, ഒരു 55+ കിട്ടിയിട്ടുള്ള ST കാൻഡിഡേറ്റ്സും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു കോളേജാണ്. ഇവിടെ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ 35% വെയിറ്റേജ് എക്സാമിനും 25% വെയിറ്റേജ് വരുന്നത് നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക്സിനും ഇന്റർവ്യൂവിനും, 10% ഒരു എക്സ്റ്റംബർ, ഒരു ഓറൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റും, പിന്നെ ഒരു 5% എക്സ്ട്രാ കരിക്കുലറും ആണ് വരുന്നത്. അപ്പം വെരി സ്ട്രോങ് കോളേജ് ടു കൺസിഡർ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതായത് ഈ പറയുന്ന ഫിനാൻഷ്യൽ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം യു ക്യാൻ കൺസിഡർ ദിസ് കോളേജ്. ദാറ്റ് ടു നിങ്ങൾ IIM ഫോർ എക്സാമ്പിൾ ടോപ്പ് IIMs ഒക്കെ വിട്ടിട്ട് പോകണമെന്നല്ല. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് കോളേജ് ടു കൺസിഡർ ഇഫ് യു വാണ്ട് ടു ബിൽഡ് എ കരിയർ ഇൻ ഫിനാൻസ്.